ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ മമ്മൂക്കയുടെ ഈ വർഷത്തെ ആദ്യത്തെ പടമായിരിക്കും കേട്ടോ, നമ്മുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അപ്പൊ അത് അടുത്ത ആഴ്ച സംഭവം റിലീസുണ്ട്. അപ്പോൾ അതിന്റെ ട്രെയിലർ ഇന്ന് എത്തിയിട്ടുണ്ട്. ഒന്നാമത് ഡയറക്റ്റ് ചെയ്യുന്നത് ഗൗതം മേനോനാണ്. അപ്പൊ പുള്ളിയുടെ പടം ആകുമ്പോഴത്തേക്ക് ഗൗതം മേനോന്റെ പടം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഇത് കാണുമല്ലോ, ഒരു ചെറിയ ഹൈപ്പ്. പക്ഷേ ഈ പടത്തിന് സത്യം പറഞ്ഞാൽ ഹൈപ്പ് ഒന്നുമില്ല. ഇങ്ങനെ ഒരു പടം ഇറങ്ങണതായിട്ട് പോലും ഒരു ഇതും ഇല്ലാതെയാണ് ഇപ്പം പടങ്ങൾ പറഞ്ഞത്. മെയിനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഈ മാസം കുറേ പടങ്ങളുണ്ട്, ഒന്നിന് ഹൈപ്പ് കൊടുത്തിട്ടില്ല. ഒരു പടത്തിന് പോലും ഹൈപ്പ് കൊടുക്കാത്ത രീതിയിലാണ് പടങ്ങൾ റിലീസ് ചെയ്യണത്. ഇതൊന്ന് മോഹൻലാലിൻ്റെ ഒരു പടമുണ്ട് ഈ മാസം റിലീസിന്, ഈ മാസം 30-ാം തീയതി. ആ പടത്തിനും ഒരു ഹൈപ്പും ഇല്ല. അതിൻ്റെ ട്രെയിലർ പോലും ഇറക്കുന്നില്ല എന്നാണ് കേട്ടത്. അപ്പം ഒരു ഹൈപ്പും ഇല്ലാതെയാണ് ഈ മാസം പടങ്ങൾ വരുന്നത്. അപ്പം പടം ഒരു അമിത പ്രതീക്ഷ ഒരാൾക്ക് എത്തരുത് എന്നുള്ള നിലയിലായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇതൊരു ഷെർലക് ഹോംസിന്റെ ടൈപ്പ് സാധനമാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഷെർലക് ഹോംസിന്റെ ഒരു അന്വേഷണ ടൈപ്പുള്ള സാധനങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പൊ എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. അപ്പം വിചാരിച്ച പോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയിലായിരുന്നു പരിപാടി. നമുക്ക് മുട്ട ലുക്ക്. ഈ ഡാൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടം. അതിന്റെ ഈ ഡാൻസ് അല്ല, ഭരതനാട്യമാണ്, ക്ലാസിക്കൽ ഡാൻസ്. ക്ലാസിക്കൽ ഡാൻസ് പണ്ടൊരു പടത്തിൽ ഇതേപോലെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ട് ഒരുപാട് സാധനത്തിൽ വന്നിട്ടുണ്ട്. തുറുപ്പുകുലാൻ. Get ready for your first case with us. How do you do this? Observation, concentration. ഹലോ മിസ്റ്റർ ഡൊമിനിക്. തീരെ പ്രതീക്ഷിച്ചില്ല. അഡ്രസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്ടീവ്സിന്റെ പോസ്റ്ററാണല്ലോ. സർവീസ് ആയിരുന്നു ഇപ്പൊ ഇതൊക്കെ സ്ഥിരം പതിവില്ലേ. ഒരു സൈഡ് ഞാൻ, മറ്റേ സൈഡിൽ മരട് സുനി. സംഭവം സിങ്ക് സൗണ്ട് ആണ് കേട്ടോ, ഡബിങ് അല്ല എന്ന് തോന്നുന്നു. ഡബിങ് അല്ല, സിങ്ക് സൗണ്ട് ആണ്. എല്ലാത്തിനും പിടിച്ച് മാറ്റി കയറ്റി. ഡൊമിനിക്ക്, എനിക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടിയിട. അത് ആരുടെയാണെന്ന് നീ ഒന്ന് കണ്ടുപിടിക്കാമോ? പേഴ്സ് കളഞ്ഞത് ആരുടെ പേഴ്സ് കളഞ്ഞു പോയി അമ്മച്ചിക്ക് കിട്ടി. അമ്മച്ചി ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസിയെ ഏൽപ്പിക്കുകയാണ്. ഇതാണെന്ന് തോന്നുന്നു ആദ്യത്തെ കേസ് എന്ന് തോന്നുന്നു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞു കേട്ടത്. അപ്പം പേഴ്സ് കണ്ടുപിടിക്കാനാണ് ദ ലേഡീസ് പേഴ്സ്, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. പേരിന്റെ ഇത് തന്നെയാണ്. സർവീസിലായിരുന്നപ്പോഴേ കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ നടക്കത്തില്ല. Now I'm sure that I'm on the right track. ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയത് ഇപ്പോൾ മിസ്സിംഗ് കേസുകൾ ഉണ്ടായി. ഇനി മഴ വരാൻ വരാനുണ്ട്. ആ കേസ് അന്വേഷിക്കുന്നത് പോലീസുകാരെന്ന് തന്നെയാണ് പറയുന്നത്. Don't spoil the movie for us. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. ജനുവരി 23. എപ്പടി? ഞാൻ പണ്ടുപോലെ ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പോട്ട് പോകും. ഓ, അത് കിടിലം പഞ്ച് ഡയലോഗ് കേട്ടോ. തുമ്പ് കിട്ടി തുമ്പ് വരെ പോകുന്നു. അയ്യോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രെയിലർ ഒരു എന്താ പറയണ്ട, ഒരു ശാന്തമായിട്ടുള്ളൊരു സാധനം. ഒരു കേസ് അന്വേഷണമാണ് എന്തായാലും സംഭവം. ഡിറ്റക്റ്റീവ് ഏജൻസി, ഒരു കേസ് അന്വേഷണം. സംഭവത്തിൽ വലിയ എന്താ പറയാനായിട്ട് ഈ ട്രെയിലർ കണ്ടിട്ട് ഒരു ഗുമ്മ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പടത്തിന് ഗുമ്മുണ്ടാവുന്നതാണ് സാധ്യത തോന്നുന്നത് കണ്ടിട്ട്. എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സ് കളഞ്ഞു പോകണം, അതിന്റെ പുറകിൽ കൂടെ നേരെ അടുത്ത് വേറെ അന്വേഷണത്തിലോട്ടാണ് പോണത്. മിസ്സിംഗ് പേഴ്സന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പേഴ്സ് കളഞ്ഞു പോയല്ലേ അതോ രണ്ടുപേരും എന്തൊക്കെയാണ്. അപ്പൊ എന്തായാലും പടം നല്ലതായിരിക്കും. മമ്മൂക്കയുള്ള കത്തിക്കും, തിയേറ്റർ കത്തിക്കും എന്നുള്ളതിന് യാതൊരു ഇതുമില്ല. പിന്നെ ഗൗതം മേനോന്റെ ഒരു ഗംഭീര പരിപാടി തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് തോന്നുന്നത്. ഇതൊരു ഹൈപ്പില്ലാതെ ആളുകളെ വന്ന് ഞെട്ടിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ മൂവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും 23-ാം തീയതി പടം കണ്ടിട്ട് അഭിപ്രായം പറയാം.